മുസ്ലിം ലീഗ് പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ശിഹാബ് തങ്ങൾ റമദാൻ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ റമദാൻ കിറ്റ് വിതരണം നടത്തി. UDF പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ നെൽസൺ സെബാസ്റ്റ്യൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഞാൻ കാണുന്ന എല്ലാ സഹോദരിമാരും എപ്പോഴും തലയിൽ ഒരു ശിരോവസ്ത്രം ധരിക്കും. നമ്മുടെ ക്രിസ്ത്യാനികളും ഇസ്ലാമും ഒരുപാട് ബന്ധമുണ്ട്. മറിയം ബീവിയുടെ പേര് 24 ഇടങ്ങളിൽ വിശുദ്ധ ഖുറാനിലുണ്ട്. മറിയം ബീവി ഞങ്ങളുടെ പേരിലാണ് നമുക്ക് മറിയം ബീവി ആവുന്നത്. ഞങ്ങളുടെ സോളമനാണ് നമുക്ക് സുലൈമാൻ ആവുന്നത്. ഞങ്ങളുടെ എബ്രഹാമാണ് നമുക്ക് ഇബ്രാഹിം ആവുന്നത്. അല്ലെ, ഒരുപാട് നമ്മുടെ ജോസഫാണ് നമുക്ക് യൂസുഫാക്കെ ആവുന്നത്. ഏമണല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് ബന്ധമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ ശിരോവസ്ത്രം ധരിക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം എന്റെ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്ന ആളാണ്. ഞങ്ങളുടെ മദർ മേരി മറിയം ബീവി എപ്പോഴെങ്കിലും ശിരോവസ്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഞാൻ ചുമ്മാ പറയുന്നതാണ്. ഞങ്ങൾക്ക് സ്ഥിരമല്ലേ നമ്മുടെ പ്രാർത്ഥിക്കാൻ നമ്മൾ കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ രണ്ടുപേരും ഒരുപോലെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ശിരോവസ്ത്രം ധരിച്ച സ്ത്രീ എന്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ട്. ശിരോവസ്ത്രം ധരിച്ചിരിക്കുകയാണ്, സ്ത്രീയാണ്. അയ്യാൻ പോക്കറ്റിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആദരവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ എന്റെ പള്ളിയിൽ വന്ന പോലെ ഇവിടെ തോന്നൽ എനിക്കുണ്ടായി ഞാൻ പറയാൻ കാരണം അതാണ്. നമ്മുടെ ബന്ധം അതാണ്. ഞങ്ങൾ നമ്മൾ മുട്ടുതീർന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെ? നമ്മൾ മുട്ടുതീർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വൈദ്യുതി ഉപ്പായം നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ് ഇവിടെയുണ്ട്, നമുക്കറിയാം. അപ്പൊ അതെല്ലാം ഞാൻ സൂചിപ്പിച്ചു. നമ്മുടെ പോപ്പെടുന്ന ഞങ്ങളുടെ ബിഷപ്പെടുന്ന തൊപ്പി. അപ്പൊ അതെല്ലാം ഒരുപാട് ബന്ധം നമ്മൾ തമ്മിലുണ്ട്. അപ്പൊ അത് പുതുക്കാൻ അവസരം കിട്ടിയതാണ് ഞാൻ ധരിക്കുന്നത്. ഞാൻ ഈ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എന്റെ സാധാരണ കണ്ടപ്പോൾ എന്റെ സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ പങ്കിട്ടെന്ന് മാത്രം. നിങ്ങൾ സാധാരണ ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും പോയി വഴക്കിടുന്ന കാര്യം, പള്ളിയിൽ വഴക്കിടുന്ന കാര്യം ആരും പറയാതെ, ആരെയും പ്രേരണയില്ലാതെ കാണുന്ന ഏത് സ്ത്രീ കൈ നിട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. വളരെ ഞാൻ വളരെ അഭിമാനിക്കുന്നതാണ് നിങ്ങളെ കാണുമ്പോൾ. ഇവിടുത്തെ നല്ല കാര്യങ്ങൾ കൈ നീട്ടുന്നതിന്റെ കരങ്ങൾ പിടിക്കുക എന്ന് പറയുന്നത്, ആ കരങ്ങൾക്ക് ബലം പകരുന്നതാണ് കരുണ എന്ന് പറയുന്നത്. അതല്ലേ? ഒരാൾ കൈ നീട്ടും, നമുക്ക് നേരെ ഒരാൾ കൈ നീട്ടുന്നു, അവന്റെ കൈ നമ്മൾ പിടിക്കാതെ അവന്റെ കൈ നീട്ട് പോകാനാണ്. നമുക്ക് ആവശ്യമില്ലെന്നല്ലേ കൈ നീട്ടുന്നത്. ആ കൈ നീട്ടുമ്പോൾ ആ കരം പിടിക്കുക എന്ന് പറയുന്നതാണ് കരുണ എന്ന് പറയുന്നത്. ആ കരുണ എന്ന് പറയുമ്പോൾ ആ കരുണ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴും അത് നമ്മുടെ ഉള്ളതിൽ നിന്ന് വേണം കൊടുക്കാൻ. ഇറ്റ് ഈസ് നോട്ട് ഫ്രം വാട്ട് യു ഡു നോട്ട് വാണ്ട് എന്ന് പറയും. അത് നമ്മുടെ മിച്ചം നിന്ന് കൊടുക്കേണ്ടതല്ല. ഇതൊന്നും നമ്മുടെ ഉള്ളതിൽ നിന്ന് കൊടുക്കണം. ഞാൻ എന്റെ ഉള്ളതിൽ കൊടുക്കണം. ഞങ്ങളുടെ ഭേദഗതി പറഞ്ഞിട്ടുണ്ട്, ദശാംശം പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം സർക്കാർ എന്ന് പറയുന്നത്. സർക്കാർ എന്ന് പറയുന്നതാണ് അത് കൊടുക്കേണ്ടത്. നമ്മുടെ മിച്ചം വരുന്നതിന് പിടിച്ചു കൊടുക്കേണ്ടതല്ല സർക്കാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ദശാംശം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്, നിന്റെ അധ്വാനത്തിന്റെ 10% നീ ഒരു പാവപ്പെട്ടവന് കൊടുത്തിട്ട് മാത്രമേ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവൂ. അതല്ലേ നമ്മുടെ രണ്ടുപേരും ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനാണ് നബി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പാവപ്പെട്ടവൻ കൊടുക്കുമ്പോൾ അതിന്റെ മിച്ചം വരുന്നതല്ല. എന്റെ കുട്ടികൾ ഉടുത്തു കഴിഞ്ഞ് അവർക്ക് വേണ്ടാതിരുന്ന വസ്ത്രങ്ങൾ കൊണ്ട് പാവപ്പെട്ടവൻ കൊടുക്കുന്നതല്ല കരുണ എന്ന് പറയുന്നത്. ഞാൻ വിരുന്ന് നടത്തി, വിരുന്ന് ക്ഷണിക്കപ്പെട്ടവരെല്ലാം വന്നു കഴിഞ്ഞാൽ വിരുന്നിൽ അവരെല്ലാം വിരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ ആ മിച്ചം വരുന്നത് കൊണ്ടുപോയി നമ്മുടെ മദർ തെരേസ കോളനിയിൽ പോകുന്നത്, അല്ലെങ്കിൽ അനാഥാലയത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ ഒരു വൃദ്ധസദനത്തിൽ പോയി വിളമ്പുന്നതല്ല കരുണ എന്ന് പറയുന്നത്. അത് അവശിഷ്ടങ്ങൾ വിളമ്പില്ലേ, നമുക്ക് വേണ്ടാത്തവർ വിളമ്പില്ലേ, അതല്ല കരുണ. കരുണ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളതിൽ നിന്ന്, എനിക്കുള്ളത് ഞാൻ കൊടുക്കാൻ തയ്യാറാകണം. എന്റെ മിച്ചം വരുന്നത് കൊടുക്കുന്നത് കരുണയല്ല. അതെനിക്ക് വേണ്ടാത്ത ഞാൻ വലിച്ചെറിയുന്നതല്ല കൊടുക്കേണ്ടത്. എനിക്കുള്ളത് ഞാൻ പങ്കുവെച്ചെടുത്ത് കൊടുക്കുമ്പോഴാണ് അവിടെ കരുണ വരുന്നത്, അവിടെ കാരുണ്യം വരുന്നത്, അവിടെ പടക്കം വരുന്നത്, അല്ലേ? മുസ്ലിം ലീഗ് പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ സലീം പുനലൂരിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് റഹീം തടിക്കാട് കിറ്റിന്റെ വിതരണോദ്ഘാടനം നടത്തി. അത് പല രീതിയിലാണ് ധാന്യ കിറ്റ് കൊടുക്കുന്നത്. ചിലര് വസ്ത്രങ്ങൾ, ക്യാഷ്, ഇങ്ങനെ പല രീതിയിലാണ് ഓരോരുത്തരും റമദാനിന്റെ സക്കാത്തിന്റെ വിഹിതങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത്. പുനലൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ 23 വർഷക്കാലമായി മുടങ്ങാതെ എല്ലാ റമദാനിലും ഈ പ്രദേശത്തുള്ള പാവപ്പെട്ട അർഹരായ ആൾക്കാർക്ക് വേണ്ടി ആ ധാന്യക്കിറ്റുകൾ സമാഹരിച്ച് അത് വെയിലം വെച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെ കൈകളിലും എത്തുന്ന ഒരു ശ്രമഫലമാണ് ഈ റമദാൻ മാസത്തിൽ ഇവിടെ നടത്തുന്നത്. ഇത് വാങ്ങുന്ന നിങ്ങൾ ഓരോരുത്തരും അർഹരാണ്.
മണ്ഡലം ജനറൽ സെക്രട്ടറി ദുനൂബ് കുട്ടി മുഖ്യ പ്രഭാഷണവും മുനിസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ സ്വാഗതവും ആശംസിച്ചു. യൂത്ത് ലീഗ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് റെജി തടിക്കാട്, SA സമദ്, സമദ് മൗലവി, കലാം ഖത്തർ, KMCC MH, അൻസാരി J ജാസ്, ഷംനാദ് വള്ളക്കടവ്, വിൻസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.